ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഐക്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന നോട്ടീസ് എന്താണ് പ്രതികരണം? അല്ല, ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ലേ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നേരിട്ട് തോറ്റുപോയില്ലേ? ഇന്ത്യ മുന്നണി രണ്ടായി മത്സരിച്ചു, ഡൽഹിയിൽ പൂജ്യമായില്ലേ? അതിലൊന്നും അർത്ഥമില്ല. അവർ ഒന്നിക്കോ രണ്ടാവോ എന്തെങ്കിലും ചെയ്യട്ടെ. അത് അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം. ഞങ്ങൾക്ക് അതിൽ താല്പര്യമൊന്നുമില്ല. അവർ ഒന്നിച്ചു നിന്നപ്പോൾ അവർ തോറ്റു, രണ്ടായി നിന്നപ്പോൾ അവർ തോറ്റു. ഇപ്പം ഞങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? അവർ ഒന്നിച്ചാലും കണക്കാം, ഒന്നിച്ചില്ലെങ്കിലും കണക്കാം. ഒന്നിച്ച വിഷയം ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഇന്നത്തെ വിഷയം ഇന്ത്യ ഉന്നയിച്ചോ എന്നാണ് എനിക്കിട്ട് തന്നത് നിങ്ങളുടെ വാട്സപ്പിൽ. അതാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഒന്നിച്ചെന്നുള്ളതാണ് ചോദ്യം. ബംഗാളിൽ അതെ എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവരോട് ചോദിക്കണം. അവർ ഒന്നിച്ചാലും കണക്കാം, ഒന്നിച്ചില്ലെങ്കിലും കണക്കാം. ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങളും മമതയും തമ്മിൽ മത്സരിച്ചു. അവർ 3ാം സ്ഥാനത്തായി. ഞങ്ങൾ ഇല്ലാണ്ട് തന്നെ അവരില്ലാണ്ട് തന്നെ മമതയ്ക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിച്ചോ ഉപതെരഞ്ഞെടുപ്പിൽ? പിന്നെ മമത വരെ കൂട്ടുമോ? മമതയ്ക്ക് ഇവരെ വേണ്ടാന്ന്. കോൺഗ്രസ്സുകാരെ മമതയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ആളെ കൂട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ കഥയാണ് പറഞ്ഞത്. അത് എത്ര പഴയതാ? കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ബംഗാളിൽ. എന്തായി? മമത കൂട്ടിയില്ല, 3ാം സ്ഥാനത്തായി. മമതയ്ക്ക് ഇവരില്ലാണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയെന്ന്. പിന്നെ മമത വരെ കൂട്ടുമോ? ജാഥയ്ക്ക് പയ്യാർ കൂടെ നടന്നിട്ട് കാര്യമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ കൂട്ടണ്ടേ? സീറ്റ് വേണ്ടേ? ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സീറ്റ് കിട്ടണ്ടേ? ശരി, അത് അവർ ഒരുമിച്ച് മത്സരിക്കോ വേറെ മത്സരിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താങ്കളൊന്ന് പരിഹസിച്ചല്ലോ. അതങ്ങനെ പോട്ടേന്നേ. പക്ഷേ ഈ വിഷയത്തിൽ ഒരുമിക്കുന്നതിനെ കുറിച്ച്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നോട്ടീസിനെ കുറിച്ച്, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളെ കുറിച്ച് എന്താണ് ബിജെപിക്ക് മറുപടി? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയും കൂടിയുള്ള നിയമപരമായ നടപടിക്രമങ്ങളല്ലേ? അത് നടക്കട്ടെ. അല്ല, കേന്ദ്ര സർക്കാരിന് വേണ്ടി ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചു എന്നതാണ് ആരോപണം. അതിൽ ബിജെപിക്ക് മറുപടി വേണ്ടേ? ആരോപണല്ലേ? സെൻട്രലില് 7-1 പറഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവാണ്. ആയിക്കോട്ടെ ബാംഗ്ലൂർ ആയിക്കോട്ടെ നീ സ്മൃതി പറഞ്ഞു എന്ന് കൂട്ടുക. ഐ റെസ്പെക്ട് യു ഓൾസോ. ഐ ഗീവ് വെരി റെസ്പെക്ട് യു ഓൾസോ. താങ്കൾ പറഞ്ഞു എന്ന് കൂട്ടുക. ബാംഗ്ലൂർ സെൻട്രൽ 7-1 പച്ചക്കള്ളായില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ബാംഗ്ലൂർ നഗരത്തിലെ സീറ്റിൻ്റെ കണക്കറിയില്ല? അറിയില്ല? തിരുവനന്തപുരത്ത് 3 സീറ്റിൽ NDAയും 4 സീറ്റിൽ ഇവർ കോൺഗ്രസ് ലീഡ് ചെയ്തു എല്ലാവർക്കും അറിയില്ലേ? തിരുവനന്തപുരത്ത് 6-1 പറഞ്ഞ ആളുകൾ പരിഹസിക്കില്ലേ? ബാംഗ്ലൂർ ആൾക്കാർ പരിഹസിക്കുകയല്ലേ? 4-4 അല്ലേ? 7-1 അല്ലല്ലോ? ഇത് എവിടുന്ന് കിട്ടിയടോ കണക്കെന്നാണ് ചോദിക്കും. ഞാൻ ബാംഗ്ലൂരിലെ BJPക്കാരോട് ചോദിച്ചു. അവർ പറയുന്നത് ഞങ്ങളെ കാണുമ്പോൾ കോൺഗ്രസ്സുകാർ വഴിമാറി നടക്കുക, സുഹൃത്തുക്കളായ കോൺഗ്രസ്സുകാരുന്നു. ഞങ്ങൾക്ക് അല്ലടോ 7-1 എവിടുന്ന് കിട്ടിയടോ കണക്ക്? 4-4 അല്ലേ? നിന്റെ നേതാവിന് 7-1 എവിടുന്ന് കിട്ടി ചോദിച്ചപ്പോൾ അവർ വഴിമാറി നടക്കുക കോൺഗ്രസ്സുകാരുന്നു. അപ്പോൾ അതുപോലും തെറ്റാണ്. എന്തൊരു വിഡ്ഢിത്തര കാണിച്ചത്. ഇന്ത്യയിലെ ഒരു IT നഗരത്തിൽ ബാംഗ്ലൂർ സെൻട്രൽ അടുക്കുള്ള മണ്ഡലം, അവിടുത്തെ കണക്ക് അത് തെറ്റ്. 7-1 അല്ല, 4-4 അതുവരെ തെറ്റ്. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, എത്ര മാസത്തെ റിസർച്ച്, എന്ത് കാര്യം? അതുകൊണ്ട് അതാണ് ഞങ്ങളായിട്ടുള്ള പ്രശ്നം. ഞങ്ങൾക്ക് ഞങ്ങൾ 4 സീറ്റിൽ ലീഡ് ചെയ്തിട്ട് അയാൾ അല്ല 1-7 പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളല്ലേ 4 സീറ്റിൽ ലീഡ്. മറ്റേത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അങ്ങോട്ട് തമ്മിലുള്ള പ്രശ്നം. അവർ തീർത്തോട്ടെ എന്ന്. നിയമയുദ്ധോ ബഹളോ എന്താ ചെയ്യട്ടെ, അങ്ങോട്ട് അവർ തമ്മിൽ തീർക്കട്ടെ. ഞങ്ങൾ കാഴ്ചക്കാരാണ്. അദ്ദേഹം കാണിച്ച രേഖകളെ കുറിച്ച് വി ശ്രീ പത്മനാഭൻ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ പറയുന്ന ശകുൻ റാണിയുടെ തന്നെ പണം പല രൂപത്തിൽ ക്രോപ്പ് ചെയ്തും വലുതാക്കിയും പല രൂപത്തിലായിട്ട് 4 കാർഡിലധികം വന്നിട്ടുണ്ട്. ഒരു ബൂത്തിൽ തന്നെ അവരുടെ ഫോട്ടോ പലയിടത്തായി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നതിനപ്പുറം എങ്ങനെയാണ് ഈ രേഖ ഒരാളുടെ പടത്തിൽ പല അഡ്രസ്സിൽ പല മേൽവിലാസത്തിൽ വരുന്നത് എന്നുള്ള ചോദ്യമാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിടത്ത് ഞങ്ങളും സഞ്ചരിച്ചു. റിപ്പോർട്ടർ വാർത്താ സംഘവും അത് കണ്ടെത്തിയിട്ടുണ്ട്. മുനിറെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികൾ, അവിടെ വ്യാജ വോട്ട് ആരോപിക്കപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരേ ഒരാൾ മാത്രമാണ് താമസിക്കുന്നത്. അവിടെ 80 പേരുടെ അഡ്രസ്സാണ്. 4 വോട്ടർ ഐഡികൾ എന്ന് മഹാദേവ നഗറിൽ ഒരാൾക്ക് 4 വോട്ടർ ഐഡികൾ എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അതവിടെ 80 വോട്ടർമാർ തങ്ങി എന്ന് രേഖയിൽ പറയുന്ന വീട്ടിലും അവിടെ എത്തുന്നു. അവിടെ ഒരാളേ ഉള്ളൂ. അത് മുനിറെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികളിൽ ഒന്നാണ്. ഈ 80 പേർ ആരാണ് എന്ന് ഇപ്പോഴും അറിയാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സെൻട്രൽ മണ്ഡലത്തിന് സമാനമായ ക്രമക്കേട് ബംഗളൂരു നോർത്ത് മണ്ഡലത്തിലും ഞങ്ങളെ വാർത്താസംഘം കണ്ടെത്തിയാണ്. KR പുര മണ്ഡലത്തിലെ ഇസ്ലാപൂരിലെ ഒരു കെട്ടിടത്തിൽ 355 വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. KR പുര മണ്ഡലത്തിലെ ഇസ്ലാപൂരിലെ ഈ കെട്ടിടത്തിൽ 355 വോട്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ കണ്ടുകെട്ടിയ കാറിൽ നിന്നും 355 ID കാർഡുകൾ ഇവിടെ പിടിച്ചെടുത്തിരുന്നു. ഇതൊക്കെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ്. ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഒരാളുടെ പടം, ആ പടത്തിൽ എത്ര രേഖകളാണ്, എത്ര വ്യാജ അഡ്രസ്സുകളാണ് വരുന്നത്? ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്?
അല്ല ആ ജയറാം റെഡ്ഡിനെ അറസ്റ്റ് ചെയ്യണം. അയാൾ കോൺഗ്രസ്സുകാരനെ 35 നമ്പർ റൂമിൽ 80 ആളെ വോട്ടറാക്കിയ ജയറാം റെഡ്ഡി. അയാൾ NDTV പരസ്യമായിട്ട് പറഞ്ഞു ഐ എം എ കോൺഗ്രസ് വർക്കർന്ന്. നിർബന്ധമായിട്ട് അവനെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ വിട്ടാൽ പറ്റൂല. അതാണ് ഞങ്ങളുടെ ആവശ്യം. കോൺഗ്രസ്സുകാരൻ ഒരു മുറിയിൽ 80 ആളെ പോറ്റുക ഒന്ന് കാണണല്ലോ. അല്ല, നിങ്ങളുടെ ആവശ്യമായി ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഇന്ന് ബാംഗ്ലൂരിൽ തന്നെ പ്രധാനമന്ത്രി എത്തിയിരുന്നു, ഒന്നും പറഞ്ഞു കേട്ടില്ല. പുതിയ മുഖം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരത്തെ വിഷയം പ്രധാനമന്ത്രി ജയറാം റെഡ്ഡി അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം. അത് ഞങ്ങൾ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ജയറാം റെഡ്ഡി അറസ്റ്റ് ചെയ്യണം. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വോട്ട് കൊള്ളയെക്കുറിച്ച് തെളിവുകൾ സഹിതം 1.25 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തിയതിനോടുള്ള BJPയുടെ പ്രതിഷേധം ജനാധിപത്യത്തോടുള്ള പ്രതിഷേധമാണോ എന്ന സംശയം വരികയാണ്. അല്ല, അങ്ങോട്ട് കോൺഗ്രസും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനോടല്ലേന്ന് അവര് മറുപടി പറയട്ടെ എന്ന്. എന്തിനാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൽ ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൽ അയാൾ എന്തോ പറയുന്നതാണ്. അത് അവരെ രാഷ്ട്രീയ ആരോപണമാണ്. അതൊക്കെ സ്വാഭാവികമാണ്. രാഷ്ട്രീയ ആരോപണമാണോ ഈ ഇരട്ടിപ്പ്? ഇപ്പോൾ നമ്മൾ കണ്ട ഇരട്ടിപ്പുകൾ എങ്ങനെയാണ്? സാധാരണ അഡ്രസ്സിൽ അച്ഛന്റെ പേരും സ്ഥലത്തിന്റെ പേരും ഒരാള് പല സ്ഥലങ്ങളിൽ പോയി വോട്ട് ചെയ്തതും. ഞാനൊന്ന് പറയട്ടെ. അല്ല, നിങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുക. അത് ശരിയാവില്ല കേട്ടോ. ആ അഭ്യാസം നല്ലതല്ല. അങ്ങോട്ട് ഞങ്ങൾക്കെതിരെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 6 സ്ഥലത്ത് 4-4 ഞാൻ പറഞ്ഞു. അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ആരോപണം ഉന്നയിച്ചത് അത് അങ്ങോട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി തീരുമാനിച്ചോട്ടെ. അതിൽ ഞങ്ങളെ വലിച്ചഴക്കേണ്ട. പിന്നെ ഞങ്ങളെ ചട്ടുകമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കണം. സുപ്രീം കോടതിയെ സമീപിക്കണം. കപിൽ സിബളില്ലേ, വലിയ വക്കീലില്ലേ, ചെല്ലു, നാളെ തന്നെ ഫയൽ ചെയ്യൂ കേസ്. ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നതല്ലേ നിങ്ങൾ കേസ് കൊടുക്കുന്നു. എത്ര ദിവസമായി പറയുന്നു കേസ് കൊടുക്ക്, ഗോ ടു ദി കോർട്ട്, ഓണറബിൾ സുപ്രീം കോർട്ട്. ആത്മവിശ്വാസമൊന്നല്ല ഇത്. എന്താ അറിയോ, ഈ കോൺഗ്രസ് പാർട്ടി താഴെത്തട്ടിൽ പണിയെടുക്കുന്നില്ല. അവരുടെ ബൂത്ത് ഏജന്റുമാരൊക്കെ കിടന്നുറങ്ങുകയാണ്. ഈ പാവം കേരളത്തിൽ എൻ്റെ നാട്ടിലൊക്കെ ലീഗുകാരാണ് കഷ്ടപ്പെടുന്നത്, കോൺഗ്രസ്സുകാരൊന്നും അല്ല. അവരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്, ഒരു പണിയെടുക്കുന്നില്ല. എന്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തോറ്റു പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണിയെടുക്കുന്നുണ്ട്, ലീഗുകാർ പണിയെടുക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാ പണി. ടൈയിങ് ദി ബുള്ളറ്റ്സ് ബിഹൈൻഡ് ദി കാർട്ട് അല്ലേ? എന്ത് കാര്യം? തെരഞ്ഞെടുപ്പിന് മുമ്പേ ചെയ്യണ ജോലികളൊക്കെ ശരി. വോട്ടർ പട്ടിക പരിശോധന, വെട്ടിമാറ്റൽ, കൂട്ടിച്ചേർക്കൽ, ഹിയറിങ്, ഇതൊക്കെ ലീഗുകാർക്ക് അറിയാം. ഷാഫി ചാലിത്തിന് നന്നായിട്ട് അറിയാം. ഈ കോൺഗ്രസ്സുകാരൊന്നും ചെയ്യുന്നില്ല എന്ന്. അത് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് അതുകൾ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തോറ്റുപോയി. എന്ത് തോറ്റുപോയി? പണിയെടുത്തില്ലേ തോറ്റുപോകും.